ഹലോ ഫ്രണ്ട്സ്, ഇന്നും വന്നിരിക്കുന്ന കുറച്ച് നല്ല നല്ല ടിപ്പായിട്ടാണ്. അപ്പോൾ ഈ വന്ന കാലം കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് അകാലനര എന്നുള്ളത്. അത് പല കാരണങ്ങൾ കൊണ്ട് വരുന്നുണ്ടാകും. അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു ഹെയർ ഡേ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ഹെയർ ഡേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മതി. ഹെന്നയും വേണ്ട, നീലമരിയും വേണ്ട. നമ്മൾ ഹെയർ ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത് ഹെന്നയും നീലമരിയും ആയിരിക്കും. പക്ഷേ അതൊന്നും വേണ്ട, രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മതി നമ്മുടെ മുടി കട്ട കറുപ്പാക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷനോട് തന്നെ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. ആദ്യത്തെ ടിപ്പ്, നമ്മൾ ബിസ്ക്കറ്റൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലുള്ള പ്ലാസ്റ്റിക് ട്രേ കിട്ടും. അതുപോലെ അതിന് പ്രത്യേകത ഇതുപോലുള്ള കുഴികളൊക്കെ ഉള്ള പ്ലാസ്റ്റിക് ട്രേ ആയിരിക്കും. അത് സാധാരണ നമ്മൾ വലിച്ചെറിയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇതുകൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നല്ലൊരു സ്റ്റോറേജ് കണ്ടെയ്നറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ട്രേ എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനവിടെ പേപ്പർ ക്ലിപ്പ് വെച്ചിട്ടാണ് അത് ജോയിൻ ചെയ്ത് വെക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ടേപ്പ് വെച്ച് ഒട്ടിക്കുകയും ചെയ്യാവുന്നതാണ്. പേപ്പർ ക്ലിപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അവിടെ ഒരു നല്ലൊരു സ്റ്റോറേജ് ബോക്സായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോ കോളത്തിലും നമുക്കാണെങ്കിൽ ചെറിയ സാധനങ്ങൾ ഇട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പേപ്പർ ക്ലിപ്പ്, അതുപോലെ പെൻസിൽ കട്ടർ, പെൻസിലിൻ്റെ ലെഡ് അതൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. അതുപോലെ താക്കോലൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അതുപോലെ ഇത് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് കിച്ചണിലെ ചെറിയ സാധനങ്ങളാണെങ്കിലും കൊണ്ടുവെക്കുന്നതിന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ചില്ലറയൊക്കെ പൈസ ആണെങ്കിൽ ഓരോ കോളത്തിലിട്ട് വെക്കാവുന്നതാണ്. സെപ്പറേറ്റ് ചെയ്തിടാവുന്നതാണ്. 5 രൂപ തൊട്ട് 10 രൂപ തൊട്ട് ആ രീതിയിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചേഞ്ച് ഒക്കെ വരുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അത് എടുക്കാവുന്നതാണ്. അതേപോലെ ഇത് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കുട്ടികളുടെ ടേബിളിൻ്റെ സൈഡിൽ വെക്കുകയാണെങ്കിൽ തന്നെയും അവർക്കും വളരെ ഉപകാരമായിരിക്കും. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ബസ്സിനൊക്കെ പോകുന്നവർക്കാണെങ്കിൽ, കുട്ടികളാണെങ്കിൽ അവർക്ക് ചേഞ്ചൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് അവർ എടുക്കാവുന്നതാണല്ലോ. അടുത്ത രണ്ടാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് ഞാനൊരു താക്കോൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരേപോലുള്ള താക്കോൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പൊട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരേപോലുള്ള താക്കോൽ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ കൺഫ്യൂഷനൊക്കെ മാറിക്കിട്ടും. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. കൊച്ചു കുട്ടികൾക്ക് പോലും അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ കൺഫ്യൂഷനും എല്ലാം മാറിക്കിട്ടും. അടുത്ത മൂന്നാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടിവിയുടെ റിമോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ടിവിയുടെ റിമോട്ടിൻ്റെ അതിൻ്റെ ലെറ്ററൊക്കെ മാഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ പ്രായമുള്ളവർക്കൊക്കെ അത് മനസ്സിലാക്കാനായിട്ട് പാടാണെങ്കിൽ അവരെപ്പോഴും ഉപയോഗിക്കുന്ന ചാനൽ ഏതാണോ അവിടെ നമുക്ക് ഇതുപോലെ പൊട്ടൊട്ടിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അതുപോലെ റിമോട്ടിൻ്റെ എപ്പോഴും ഉപയോഗിക്കുന്നൊരു പാട്ടാണ് നമ്മൾ വോളിയം കൂട്ടുന്നത്, ചാനൽ മാറ്റുന്ന സ്വിച്ച്. അതിൻ്റെ ആണെങ്കിലും സൈൻ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ പൊട്ടൊട്ടിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒട്ടിച്ച് വെക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് അത് മനസ്സിലാകാനായിട്ട് സഹായിക്കുന്നതാണ്. ഈ ടിപ്പൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒട്ടും മറന്നു പോകരുതേ. നാലാമത്തെ ടിപ്പ്, ഞാനിവിടെ സെല്ലോ ടേപ്പ് എടുത്തിട്ടുണ്ട്. സെല്ലോ ടേപ്പിൻ്റെ എൻഡ് കാണാനായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മളത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു അടയാളം വെക്കുകയാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ എൻഡ് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ തപ്പി ഇങ്ങനെ എവിടെ അതിൻ്റെ എൻഡെന്ന് നമ്മൾ തപ്പിയിരിക്കും, പക്ഷേ അത് കിട്ടുകയും ചെയ്തില്ല, അത് പെട്ടെന്ന് നശിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു മാർക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതുപോലെ ടൂത്ത് പിക്ക് അല്ലെങ്കിൽ നമ്മൾ ആ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ പൊട്ടാണേലും ആ എൻഡിങ്ങിലോട്ടൊന്ന് വെച്ചാൽ മതി. നമുക്കതവിടെ പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ എൻഡ് വേണ്ടിയ പോർഷൻ സെല്ലോ ടേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ആ ടൂത്ത് പിക്കും അതിൻ്റെ സെല്ലോ ടേപ്പ് പാർട്ടൂടെ ഞാനാണ് കട്ട് ചെയ്തെടുത്ത് അത് തിരിച്ച് വീണ്ടും അതിലോട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ രീതിയിലാണെങ്കിലും നമുക്കത് എൻഡിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. അടുത്ത 5ാമത്തെ ടിപ്പ്,
ഒരു നെയിൽ കട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നെയിൽ കട്ടറിന് രണ്ട് സൈഡിലും സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ നെയിലൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നെയിൽ തെറിച്ച് പോകുമല്ലോ, അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നെയിൽ കട്ട് ചെയ്യുമ്പോൾ ആ നെയിലാണെങ്കിൽ ആ സെല്ലോ ടേപ്പിൽ ഒട്ടിയിരിക്കും, ദൂരോട്ടൊന്നും തെറിച്ച് പോകത്തില്ല. അങ്ങനെ ഒട്ടിച്ച് വെച്ചില്ലെങ്കിൽ നമുക്ക് അറിയാം അത് താഴെ വീണിട്ട് ദൂരോട്ടൊക്കെ തെറിച്ച് പോകും, താഴോട്ടൊക്കെ വീഴും. അപ്പോൾ പിന്നെ നമ്മളത് കണ്ടുപിടിക്കാനായിട്ട് പ്രത്യേകം നോക്കി നടക്കണം. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ആ സെല്ലോ ടേപ്പിലോട്ട് അങ്ങ് ഒട്ടിപ്പിടിച്ചിരിക്കുകയും ചെയ്യും, നമുക്കത് ഈസി ആയിട്ട് എടുത്ത് കളയുന്നതിന് സഹായിക്കുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ നെയിൽ കട്ട് ചെയ്തിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ആ സെല്ലോ ടേപ്പിൽ ഒട്ടി പിടിപ്പുണ്ട്. അത് പിന്നെ പ്രത്യേകിച്ച് ഇതുപോലെ നമുക്ക് മടക്കിയെടുത്ത് കളയാവുന്നതാണ്. ഇപ്പോൾ അകാലനര എന്നുള്ളത് സർവ്വസാധാരണമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുടിയുടെ വേര് മുതൽ കറുപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഇരുമ്പിൻ്റെ ചീഞ്ചിട്ട് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂണ് കോഫി പൗഡറാണ്, ഇൻസ്റ്റൻ്റായിട്ടുള്ള കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നു. അതിലോട്ട് 1 കപ്പ് വെള്ളത്തോടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഒരു മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അത് ഗ്യാസിലോട്ട് വെക്കുന്നുണ്ട്. ഗ്യാസ് ഓണാണ്, മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അങ്ങനെ അതൊന്ന് കുറുക്കിയെടുക്കണം. നിങ്ങൾക്ക് കാണാവുന്നതാണ് ആ വെള്ളം ചൂടായി വരുന്നതനുസരിച്ച് നല്ല ഡാർക്ക് കളറിലോട്ട് പോകുന്നതായിട്ട് കാണാവുന്നതാണ്. ഇങ്ങനെ ഇളക്കി കൊടുത്ത് നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ ചാനലിൽ ഇതുപോലുള്ള ടിപ്സ്, റെസിപ്പീസ്, ഹെയർ ഡൈ, ഹെയർ ഓയിൽ, അങ്ങനെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിലൂടെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്കും ഹൈപ്പും അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കാത്ത പൗഡറാണ്. അപ്പോൾ ഒരു ചെറിയൊരു ബൗളിലോട്ട് കാത്ത പൗഡർ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നമ്മുടെ കോഫിയുടെ വെള്ളം ചെറിയ ചൂടോട് തന്നെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. അത് ഒരുമിച്ച് നമ്മൾ ഈ ആ കാത്ത പൗഡർ ഈ കോഫിയുടെ വെള്ളത്തിലോട്ട് ഇടുകയാണെങ്കിൽ അത് കട്ട കെട്ടിപ്പോവും. അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ബൗളിലെടുത്തിട്ട് കോഫി വെള്ളത്തോടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കോഫി വെള്ളത്തോടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ കാണാം നല്ലൊരു ഡാർക്ക് കളറിൽ തന്നെയാണ് നമുക്ക് അത് മിക്സ് കിട്ടുന്നത്. ഒട്ടും കട്ട കെട്ടാതെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഗ്യാസ് ഓഫാക്കി അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ തണുത്ത് വന്നിട്ടില്ല. അതിൽ നിന്ന് കുറച്ച് വെള്ളം, കോഫിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ പകുതി കോഫി വെള്ളം ഒഴിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ഹെയർ ഡൈ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും നമുക്ക് അലർജി ഇല്ലെങ്കിൽ പോലും നമ്മൾ അത് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലൊന്ന് തൂത്ത് കൊടുക്കണം. കയ്യെ തൂത്ത് കൊടുത്ത് അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് അലർജി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അലർജി ഉണ്ടെങ്കിൽ നമുക്ക് കൈ അപ്ലൈ ചെയ്ത ഭാഗത്ത് ചൊറിഞ്ഞൊക്കെ വരും, റെഡ് കളറിലൊക്കെ വരും. അപ്പോൾ അങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എപ്പോൾ നമുക്ക് നമ്മൾ പതിവായിട്ട് ഉപയോഗിക്കുന്ന ഹെയർ ഡൈ ആണെങ്കിൽ പോലും നമ്മൾ ആ രീതിയിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ചൊറിച്ചിലോ അല്ലെങ്കിൽ റെഡ് കളറിലോ ഒന്നും വന്നിട്ടില്ലെങ്കിൽ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്, സേഫായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ എപ്പോൾ ഹെയർ ഡൈ ഉണ്ടാക്കിയാലും നമ്മൾ പതിവായിട്ട് ഉപയോഗിക്കുന്ന ഹെയർ ഡൈ ആണെങ്കിൽ പോലും നമ്മൾ ആ രീതിയിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്.
ഇപ്പോൾ കയ്യിലൊന്ന് തൂത്ത് കാണിക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡേ ആണ്. നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഹെയർ ഡേ ആണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഉപയോഗിക്കാനും പറ്റിയ നല്ലൊരു ഹെയർ ഡേ തന്നെയാണിത്. ബാക്കി കാപ്പികളോട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നീടാണ് ഇരുമ്പ് ചിഞ്ചിട്ടോട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒട്ടും എണ്ണമയില്ലാത്ത മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു താളി ഉപയോഗിച്ച് നമുക്ക് നോർമൽ വെള്ളത്തിൽ നമുക്ക് ഇത് കഴുകി കളയാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഹെയർ ഡേ ആണ്. അതുപോലെ ഹെന്നയും ഇൻഡിഗോ ഒക്കെ ഉപയോഗിച്ച് അലർജി ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡേ ആണ്. നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ്. ഒട്ടും കെമിക്കൽ ഇല്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹെയർ ഡേ തന്നെയാണ്. ഇന്നത്തെ ടിപ്സും ഹെയർ ഡേ ഒക്കെ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഓൾ എന്ന ഓപ്ഷനോടെ തന്നെ ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം പറയാനും മറന്നു പോകരുത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.